ഈ ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ കിഡ്നി അടിച്ചു പോവോ, അല്ലെ ക്യാൻസർ അല്ലെ ഡയാലിസിസ് അണ്ടർഗോ ചെയ്യുന്ന പേഷ്യൻസിന് ഇതെടുക്കാൻ സേഫ് ആണോ, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് അലർജി ഉള്ളവർക്ക് ഇതെടുക്കാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ കേരളത്തിലെ സമൂഹത്തോട് സാറിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് യൂസിനെ പറ്റി അവരുടെ എന്താ പറയുക കൺസേൺസ് കണക്കിലെടുത്തുകൊണ്ട്. തീർച്ചയായും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ എപ്പോഴും എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചിലർ ചോദിക്കുക ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ അത് കിഡ്നിയെ അടിച്ചു പോകുമല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗാവസ്ഥയാണ് നമുക്ക് കിഡ്നിക്ക് തകരാറോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് തകരാറോ വരിക. അപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഏത് ഒരു ഇൻഫെക്ഷൻ ആണോ ആ ഇൻഫെക്ഷൻ്റെ ചികിത്സ അത് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആ ഇൻഫെക്ഷനെ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ആ ബാക്ടീരിയാവും നമ്മുടെ കിഡ്നിയെ നശിപ്പിക്കുന്നത്. അവിടെ ഒരു ആൻറ്റിബയോട്ടിക് സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട്. അവിടെയാണ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ബാക്കി അസുഖങ്ങൾ, ഡയബറ്റിസ് ഉണ്ടോ, കിഡ്നി അസുഖങ്ങളുണ്ടോ, അവിടെ അതിൽ സേഫ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്ക് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. അല്ലാതെ ചിലതിൽ ഇപ്പോൾ ഈ ഒരു ഡ്യൂറിങ് ഒരു ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇടയ്ക്ക് കിഡ്നിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഡോസ് മാറ്റേണ്ടി വരും. അവിടെ ആൻറ്റിബയോട്ടിക് കൊണ്ടല്ല നമുക്ക് കിഡ്നിക്ക് തകരാറ് വരുന്നത്. അപ്പോൾ ഇൻ ജനറൽ എനിക്ക് പറയാനുള്ളത്, ഇൻഫെക്ഷൻ നമ്മൾ പ്രോംപ്റ്റായിട്ട് ചികിത്സിക്കണം. അവിടെ ഒരു കൃത്യമായ ഒരു ആൻറ്റിബയോട്ടിക് സെലക്ഷൻ വേണം. ആ സെലക്ഷൻ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കിലൂടെ ആ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻറ്റിബയോട്ടിക് അലർജി. അത് ഒബ്വിയസ്ലി നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള എന്തും നമുക്ക് അലർജി ആവാം. അതിൽ ഒന്ന് മാത്രമാണ് ആൻറ്റിബയോട്ടിക്. അപ്പോൾ ആൻറ്റിബയോട്ടിക് അലർജി ഉണ്ടോ, ആ അലർജിയുള്ള ആൻറ്റിബയോട്ടിക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് വളരെ ക്ലിയർ ആണ്. നമ്മളൊരു ഭക്ഷണം കഴിച്ച് ഒരു മീൻ കൂട്ടിയിട്ട് നമുക്കൊരു അലർജി വന്നു കഴിഞ്ഞാൽ ആ മീൻ പിന്നെ നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു അവസ്ഥ തന്നെയാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ അലർജി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ലെഫ്റ്റ് ഓവർ ആൻറ്റിബയോട്ടിക്. അതായത് കഴിഞ്ഞ തവണ ഞാൻ ഒരു പനി ചുമയായിട്ട് കാണിച്ചു, ഡോക്ടർ അമോക്സിലിൻ എഴുതി തന്നു, അപ്പോൾ വീണ്ടും എനിക്ക് ചുമ വന്നു. അപ്പോൾ അമോക്സിലിൻ കഴിക്കാവോ? അത് തന്നെ കഴിച്ചാൽ പോരെ, വെറുതെ എന്തിനാണ് ഡോക്ടറുടെ അടുത്ത് പോകുന്നത്? ഈ ചോദ്യം നമ്മൾ വളരെയധികം ഫേസ് ചെയ്യാറുണ്ട്. അവിടെ പറയാനുള്ളത്, നമുക്ക് ജലദോഷം ചുമയായിട്ട് വരുന്ന അസുഖങ്ങളിൽ 90% വൈറസാണ് ഉണ്ടാക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ ആൻറ്റിബയോട്ടിക് ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചിലപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. ആ ബാക്ടീരിയ ആയിരിക്കണം എന്നില്ല നെക്സ്റ്റ് ടൈം ഒരു ജലദോഷം ചുമയായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് എഴുതിയ ആൻറ്റിബയോട്ടിക് എഴുതി എന്നുള്ളത് കൊണ്ട് പിന്നെ ഓരോ പ്രാവശ്യം ജലദോഷം ചുമയും വരുമ്പോൾ ഇതേ ആൻറ്റിബയോട്ടിക് കഴിക്കാം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അത് നമുക്ക് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സ് വളരെ സ്വാഗതാർഹമാണ്. കാരണം അത് കുറേ മുമ്പേ വരേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ആൻറ്റിബയോട്ടിക്സ് എന്നുള്ള കാര്യം വെറുതെ ഒരു പാരസ്റ്റമോൾ പനി വന്നാൽ പാരസ്റ്റമോൾ കഴിക്കുന്നത് പോലെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാൻഡമിക് ആയിട്ട് നമ്മുടെ തലമുറയോ അല്ലെ അടുത്ത തലമുറയോ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. അതിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ഇടപെടൽ വേണം. അതിൽ ഏറ്റവും മുന്നിട്ടിറങ്ങിയത് കേരള ഗവൺമെൻറ് ഏറ്റവും സ്വാഗതാർഹമായ രീതിയിൽ ബ്ലൂ കവറുള്ള പാക്കറ്റ്സിൽ മാത്രമേ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇൻ കേസ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്. ഇത്തരത്തിലുള്ള ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ ഗവൺമെന്റ് തലത്തിൽ വന്നത് വളരെ വളരെ സ്വാഗതാർഹമാണ്. സർ പറഞ്ഞ് നിർത്തിയിട്ട് തന്നെ ഞാൻ തുടങ്ങാം. ജലദോഷം, വൈറൽ ഫീവർ, ഡെങ്കു ഫീവർ, ഇപ്പൊ ഇതിനൊക്കെ ആന്റിബയോട്ടിക്സ് തന്നെ വേണോന്ന് പറഞ്ഞു വരുന്ന ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഉണ്ട്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ ഇത് ആന്റിബയോട്ടിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹാംഫുൾ ആയിട്ട് വരുമോ? നമുക്ക് ഈ കാറ്റഗറി ഓഫ്, അപ്പോൾ ഈ കാറ്റഗറി എല്ലാം തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, വൈറസ് മൂലമുള്ള ഇൻഫെക്ഷൻസ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ചുരുക്കം വൈറൽ ഇൻഫെക്ഷൻസിന് മാത്രമേ ആൻറ്റി മൈക്രോബിയൽ ആവശ്യമുള്ളൂ. അതിന് നമ്മൾ ആൻറ്റി വൈറൽസ് എന്ന് പറയാം. ഒരു ഉദാഹരണം, ഇപ്പോൾ ഇൻഫ്ലുവൻസ, അതിന് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആൻറ്റി വൈറൽ കൊടുക്കേണ്ടി വരാറുണ്ട്. അതല്ലാണ്ട് മിക്ക വൈറൽ ഇൻഫെക്ഷൻസിനും അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇതൊരു പ്രവണത തന്നെയാണ്. ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷന് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നൊരു പ്രവണത ഉണ്ട്. അതിപ്പം ഡോക്ടർ ദിബിൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള സർക്കാരിൻ്റെ പരിശ്രമം മൂലം കുറേയൊക്കെ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയുള്ള വൈറൽ ഇൻഫെക്ഷനുള്ള ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ആൻറ്റിബയോട്ടിക് വേസ്റ്റ് ആയി, അല്ല, അതൊരു യൂസ്ലെസ് ആണ്, അതിനെക്കൊണ്ട് ഉപയോഗമൊന്നുമില്ല. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലുള്ള ഉള്ള ബാക്ടീരിയകൾക്ക് അതിന് അഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക്കുകൾക്ക് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. മിക്ക ആൻറ്റിബയോട്ടിക്, അതിപ്പോൾ ഏത് മരുന്നിനായാലും അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കതങ്ങനെ കാണാറില്ല. പക്ഷെ അത് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ വന്നേക്കാം. അത് മിക്കപ്പോഴും ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് വയറിളക്കം ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ എന്നൊക്കെ പറയും. അപ്പോൾ അത് അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്.
ഇപ്പം നമുക്ക് കുറേ വാക്സിൻസ് അവൈലബിൾ ആണ്. ഫ്ലൂ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ, പിന്നെ പിള്ളേരിൽ തന്നെ കൊടുത്തന്നെ ചൈൽഡ്ഹുഡ് വാക്സിൻസ്. അപ്പോൾ ഈ വാക്സിൻസ് എടുക്കുന്ന കാരണം ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസ് കുറയ്ക്കാൻ പറ്റുമോ നമുക്ക്? തീർച്ചയായും. കാരണം മുമ്പ് കാലത്ത് നമ്മുടെ മുൻ തലമുറ അനുഭവിച്ചു കൊണ്ടിരുന്ന പല ഇൻഫെക്ഷൻസും ഇപ്പം ഭൂലോകത്ത് തന്നെ തുടച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ റോള് വാക്സിൻസ് വഴി തന്നെ. അപ്പോൾ അത്തരത്തിൽ വാക്സിൻസ് ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പോളിസി ഉണ്ട്. അതിനനുസരിച്ച് ചൈൽഡ്ഹുഡ് മുതലേ എല്ലാ വാക്സിൻസും ഉണ്ട്. ഇപ്പോൾ അഡൾട്ട് ഇമ്മ്യൂണൈസേഷൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും. ഇത്തരത്തിലുള്ള വാക്സിൻസിലൂടെ നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസ് വരുന്നത് ഒരു പരിധിവരെ തടയാനും ഇനി അഥവാ വന്നാൽ അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനും വാക്സിൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ സിംറ്റംസ് വന്നാലല്ലേ നമ്മൾ ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഈ സിംറ്റംസ് വരാതിരിക്കുന്ന അല്ലെങ്കിൽ സിംറ്റംസ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ആന്റി മൈക്രോബിയലിന്റെ യൂസ് കുറവായിരിക്കും. അത്തരത്തിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ ഒരു പ്രിവെൻഷൻ എന്നുള്ളതിൽ വാക്സിൻസിന് ഡെഫിനറ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ആന്റി മൈക്രോബിയൽസ്, ആന്റി വൈറൽസ്, ആന്റിബയോട്ടിക്സ്, ആന്റി ഫംഗൽസ്, ഇങ്ങനെ ഒരുപാട് പദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതോ ഇതെല്ലാം ഒന്ന് തന്നെയാണോ? സർ ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പോൾ ഈ പദങ്ങളുടെ ഇതെല്ലാം സിമിലർ ആണ്, പക്ഷെ വ്യത്യാസമുണ്ട്. അപ്പൊ അത് അറിയണമെങ്കിൽ ആദ്യം എന്താണ് ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് അറിയണം. ഇത് സൂക്ഷ്മാണുക്കൾ. അപ്പൊ അത് പലതരത്തിലുണ്ട്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പാരസൈറ്റ്. ഇപ്പോൾ ഇവയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാം. ഇവ ഉണ്ടാക്കുന്ന അസുഖങ്ങളെ നമ്മൾ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ വരുന്ന അസുഖങ്ങൾക്ക് എതിരെ പ്രയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റി മൈക്രോബിയൽസ് എന്ന് ജനറൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്നവ നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നു. വൈറസിനെതിരെ ഉള്ളവ ആന്റി വൈറൽസ്, പിന്നെ ഫംഗസിനെതിരെയുള്ളവ ആന്റി ഫംഗൽസ്, അതുപോലെ പാരസൈറ്റിന് എതിരെയുള്ളവ ആന്റി പാരസൈറ്റിക്. അപ്പം അങ്ങനെ ഇതെല്ലാം ആന്റി മൈക്രോബിയൽസിൽ വരുന്ന ഉപവിഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാം തന്നെ ഈ പറഞ്ഞ സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇവയിൽ. ഓക്കെ, അപ്പം സൂക്ഷ്മാണുക്കൾക്ക് എതിരായി ഉപയോഗിക്കുന്ന എല്ലാം ഒരു ബ്രോഡ് ടേമിലാണ് നമ്മൾ ആന്റി മൈക്രോബിയൽസ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ദിപിൻ സർ ഒന്ന് പറഞ്ഞു തരുമോ, നമ്മൾ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ AMR ഇതിന്റെ ഇടയിൽ എവിടെയാണ് പെടുന്നത്? എന്താണ് ഈ സംഭവം? AMR എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഇപ്പോൾ ഡോക്ടർ ആദർശ് പറഞ്ഞതുപോലെ ഒരു സൂക്ഷ്മാണുക്കൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകളാണ് ആന്റി മൈക്രോബിയൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ രോഗാണുക്കൾ ഈ ആന്റിബയോട്ടിക്സിനെതിരെ അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽസിനെതിരെ ഉള്ള ശക്തി ആർജിക്കുന്ന ഒരവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രോഗിയുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു രോഗാണു ആണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ ആന്റിബയോട്ടിക്സിലോ അല്ലെങ്കിൽ ആന്റിവൈറൽസോ കൊടുത്ത് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ രോഗാണു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ളതാണെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ സാധാരണ മരുന്നുകൾ ഇതിന് ഫലപ്രദമായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ചിലപ്പോൾ കൂടുതൽ സിവിയറായ അസുഖത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരുമാതിരി നമ്മുടെ മെഡിസിൻ ടോളറന്റ് ആവുന്ന പോലെ വരുന്നുണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. അതെ, ഒരു തവണ ഒരേ രോഗിക്ക് തന്നെ ഒരു തവണ ഒരു ആന്റിബയോട്ടിക് കൊടുത്തു ഫലപ്രദമായി, അടുത്ത തവണ ഇതേ രോഗാണു തന്നെ ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ആർജിക്കുകയാണ് അവിടെ. അപ്പോൾ നെക്സ്റ്റ് ടൈം അത് ഇതേ രോഗമായിട്ട് വരുമ്പോൾ ഈ ആന്റിബയോട്ടിക് ഫലപ്രദമായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് പല കാരണങ്ങൾ. നമ്മൾ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വരാനിടയുള്ള കുറേ കാരണങ്ങൾ ഇതാണ്. പിന്നെ ആശുപത്രിവാസം വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും സീരിയസ് ആയ ഇൻഫെക്ഷനുകളൊക്കെ വരുമ്പോൾ നമുക്ക് ശക്തിയേറിയ വേറെ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അഗെയിൻ അതൊരു വിഷ്യസ് സൈക്കിൾ പോലെ, ഒന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പം അതിന് എതിരെയായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, അതങ്ങനെ ഒരു സൈക്കിൾ പോലെ അങ്ങ് പോകുന്നു. അപ്പം അങ്ങനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അത് മെല്ലനെ വ്യാപിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ AMRനെ പറ്റി വളരെ കൺസൈസ് ആയിട്ട് എന്നാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നമ്മളോട് പറഞ്ഞു തന്ന ഡോക്ടർ ആദർശിനും ഡോക്ടർ ദിപിനും വളരെയധികം താങ്ക്സ്. കൃത്യമായ ആന്റിബയോട്ടിക് യൂസിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.